ഹായ്, നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി മനസ്സിൽ കൊണ്ട് നടക്കണത്. അപ്പം ഞാനിപ്പോൾ ചെയ്യണേണ്. എനിക്കൊരു ചാനലുണ്ട്, അച്ചൂസ് വേൾഡ്. ഒരുപാട് സബൊന്നുമില്ല, 532 പേരൊക്കെ ഉള്ളൂ. ആദ്യം വലിയ ചാനലൊന്നുമല്ല, ചെറിയ ചാനൽ, വളർന്നു വന്ന ചാനൽ. അപ്പം എനിക്ക് അതിൽ എല്ലാവരും സഹായവും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയണത്. ഇപ്പം ഞാൻ വന്ന വിഷയം വേറെ ഒന്നുമില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. തുറക്കുമ്പോൾ ഒരേ പേര് മാത്രമേ കേൾക്കണുള്ളൂ, ഷാജിദ ഷാജി. ഷാജിദ ഷാജീൻ്റെ പേര് മാത്രം എവിടെ ഏത് ചാനൽ മാറ്റിയാലും ഷാജിദ ഷാജീൻ്റെ കുൽസിലെ പരിപാടി മാത്രമേ കേൾക്കുള്ളൂ. കുൽസിലെ പരിപാടി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഷാജിദ ഷാജി എല്ലാവരും വെല്ലുവിളിക്കുകയും തെറി വിളിക്കുകയും സ്വന്തം ഉമ്മാനെ മുതൽ തെറി വിളിക്കണ ഒരു വീഡിയോ. ആ തെറി തന്നെയല്ല ഉമ്മയുടെ, ഞാൻ എൻ്റെ നാവുകൊണ്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. നമുക്കുണ്ട് അമ്മമാർ. ആ ഉമ്മയുടെ ആവശ്യമില്ലാത്ത വീഡിയോ, അങ്ങനെ പറയുക, മോശമായെന്ന് പറയാൻ പറ്റില്ല. ഉമ്മയുടെ ആവശ്യമില്ലാത്ത ഒരു വീഡിയോ ഒക്കെ എടുത്ത് പുറത്ത് വിട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല അഭിപ്രായമല്ല കൊടുക്കണത്. അപ്പം നമുക്ക് നല്ലൊരു ഇതുണ്ടായി എന്നുവെച്ചാൽ ആ പുള്ളിക്കാരത്തിക്ക് ഭർത്താവില്ല, ചെറു പ്രായമാണ്, 5 കുട്ടികളുണ്ട്, അവരൊക്കെ എങ്ങനെ വളർത്തും എന്നൊക്കെയുള്ള ഒരു മനസ്സിലൊരു വിഷമമുണ്ടായി. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു വിഷമമില്ല. ആ ഒരു സ്ത്രീനെ കുറിച്ച് അവർ 2-3 വീഡിയോ അവരുടെ ഞാൻ അടുപ്പിച്ചിരുന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്ത്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് ആ സ്ത്രീനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത് എന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത്. പക്ഷെ അവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാൻ മനസ്സിൽ ഒരു തോന്നുന്നത്, അയ്യോ ഞാൻ ഇവരെക്കുറിച്ച് നല്ല ഒരു ഇതാണല്ലോ വിചാരിച്ചത്. പക്ഷെ ഇവരിത്ര മോശമായ ഒരു ഇതിലുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ സ്വന്തം മക്കളെ, കുഞ്ഞു കുട്ടികളാണ്, അവരുടെ ഭാവി എന്താവും? അവരുടെ മുമ്പിലിരുന്ന് തെറി വിളിക്കണേയും മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിക്കല്. പിന്നെന്തെന്നാണ് ചെയ്യണ? വെല്ലുവിളിക്കണമെന്നാ എൻ്റെ മക്കളെ ഞാൻ 5 എണ്ണത്തിനെ വളർത്തണുണ്ട്. 5 എണ്ണത്തിനെ തല്ലേണ്ട സമയമാകുമ്പോൾ തല്ലിക്കുമെന്ന്. ഇതാണാ തള്ള? ഇവളെ അമ്മയാണോ? എനിക്കറിയാൻ പാടിട്ട് ചോദിക്കണേണ്. ഇവളൊരു അമ്മയാണോ? സ്വന്തം മക്കളെ ഗുണ്ടയായിട്ട് വളർത്തണ ഒരു അമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെയൊക്കെ മക്കളെ നേർവഴിക്ക് വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടിരിക്കണം. എൻ്റെ മോന് ഒരാപത്തും വരല്ലേ, എൻ്റെ മോൻ്റെ സ്വഭാവം നല്ലതാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒരേ മക്കളെ നമ്മൾക്ക് വളർത്തണത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം സ്വന്തം മക്കളെ ഗുണ്ടയായി വളർത്തണത്. അപ്പം ഇവരെന്താ പറയണ്ടേ? അവർക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ഇവർക്ക് ചെറിയ ഞെട്ട് പോയേക്കണേണ്. ഇത് പറയാൻ പറ്റില്ല, അവരെ ഹസ്ബൻഡൊക്കെ മരിച്ച് അവർക്ക് അതിൻ്റെതായ ഡിപ്രഷൻ ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ ഇത് ഡിപ്രഷനല്ല, അഹങ്കാരമാണ്. എന്നുവെച്ചാൽ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബറുണ്ട്. അപ്പം 2 ലക്ഷം പേരാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ 2 ലക്ഷം പേരിൻ്റെ സപ്പോർട്ട് കൊണ്ട് അവർക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നാണെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇവർക്ക് നല്ലോണം പൈസ വരുന്നുണ്ട്. അതിൻ്റെ അഹങ്കാരം. അപ്പം സ്വന്തം ഉമ്മാനെ പോലും വിറ്റ് തിന്ന ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവർ ഈ സമൂഹത്തിൽ അവർ കൊടുക്കണ മെസ്സേജ് മോശമായ മെസ്സേജാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ത്രീനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിർത്തിക്കോ ഈ വെല്ലുവിളിയും. പാലക്കാട് ടൗണിൽ വന്ന് നിൽക്കാനാണ് പറയണ. പാലക്കാട് ടൗണിൽ വന്നാൽ നീ ഒന്നും ചെയ്യൂല. നീ ആദ്യം നിർത്ത്. ഈ നാട്ടുകാരെ പറ്റിക്കല്, നിൻ്റെ സബ്സ്ക്രൈബറിനെ പറ്റിക്കല്, നിന്നെ വിശ്വസിച്ച് നിന്നെ സബ് ചെയ്ത ആൾക്കാരെ പറ്റിക്കല് നീ ആദ്യം നിർത്ത്. നീ ആദ്യം അടങ്ങി ഒതുങ്ങി നിൽക്ക്, നിൻ്റെ നാവ് അടക്ക്. എന്നിട്ട് നീ മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിക്ക്. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ ഇത് ഷാജിദ ഷാജീൻ്റെ മാത്രമല്ല കേട്ടോ, എനിക്കൊരു 2-3 പേരുടെ കാര്യം പറയാനുണ്ട്. എന്നുവെച്ചാൽ എന്താ പറയുക,
ഒരു 5 കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമമാണ് വന്നത്. ഭയങ്കര സങ്കടം തന്നെ. നമ്മ അമ്മയാണ്, നമുക്കുണ്ട് മക്കൾ. പക്ഷെ ഈ 5 കുട്ടികളുടെ മുഖത്ത് നോക്കും. ഇപ്പോൾ എനിക്ക് വരുമല്ലോ, എല്ലാവരും കൂടി ഒരു പരാതി കൊടുത്ത കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിക്കാനാണ് ഞാൻ പറയണത്. എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞു മക്കൾ നാളത്തെ തലമുറയാണ് അവർ. വളർന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്തായിരിക്കും? ഒരേ ആൾക്കാർ മക്കളെ സ്വന്തം ആഗ്രഹത്തോടെയാണ് അവർ അങ്ങനെ ആകണം, ഇവരിങ്ങനെ ആകണം, അവർ ഡോക്ടറാകണം, അവർ വക്കീലാകണം എന്നൊക്കെ പറഞ്ഞ് വളർത്തണത്. ഇത് ഗുണ്ടയെ ആകണമെന്നും പറഞ്ഞാൽ വളർത്തണത്. അപ്പോൾ അവരുടെ ഭാവി എന്തായി? 5 കുട്ടികൾ ഈ സ്ത്രീ ഇരുന്ന് പറയണ ആ കുട്ടികളുടെ മുമ്പിലല്ലേ, ആ കുട്ടികളത് കേൾക്കണല്ലേ. ആ കുട്ടികൾ നാളെ ഒരു ദിവസം എവിടെയെങ്കിലും പോയി ഒരു ക്രിമിനൽ ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? അവർ ക്രിമിനലായിട്ട് വളരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും യൂട്യൂബ് ചാനലിൽ ഇത് കാണുന്ന ആൾക്കാരും ഒക്കെ കൂടിയ ഒരു സപ്പോർട്ട് അവർക്ക് ആ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് മാറ്റാനുള്ള എന്തെങ്കിലും വഴി ഒരുക്കണം. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു, നമ്മുടെ ഷെഫീന ബീവിയുടെ. പുള്ളിക്കാരത്തി നല്ലൊരു ഇതുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തിനെ തെറി ബീവി എന്നാണ് എല്ലാവരും യൂട്യൂബ് ചാനലിൽ ഇതാക്കണത്. പക്ഷേ ഷാജി പറയണ പോലെ പുള്ളിക്കാരത്തി പറയണില്ല. ഈ പുള്ളിക്കാരത്തിനെ ചീത്ത വിളിച്ചാൽ പുള്ളിക്കാരത്തി തിരിച്ച് വിളിക്കും. അതിപ്പോൾ അങ്ങനെയാണ്. എന്നെ ആരെങ്കിലും ചീത്ത വിളിച്ച് ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും. എൻ്റെ തന്തക്ക് വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് തന്തക്ക് വിളിച്ചിരിക്കും. അതിപ്പോൾ ഞാൻ തന്നെയല്ല, ആരായാലും അങ്ങനെയാണ് ചെയ്യുള്ളൂ. അതേ ആ ഷെഫീന ബീവി ചെയ്യണുള്ളൂ. പക്ഷേ ഷെഫീന ബീവി നല്ലൊരു മെസ്സേജൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. സമൂഹത്തിൽ നല്ല മെസ്സേജുകളാണ് ഷെഫീന ബീവി. അതും അവിടെ കേട്ട് ഇവിടെ വന്ന് പറയല്ല. ഷെഫീന ബീവി ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിവേര് മുതൽ തിരഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് മെമ്മറിയിൽ കയറ്റിയിട്ട് സത്യമാണോ നുണയണ എന്നൊക്കെ അറിഞ്ഞിട്ടേ പുള്ളിക്കാരത്തി അത് സമൂഹത്തിലേക്ക് ആ മെസ്സേജ് വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷെഫീന ബീവി ഒരു ബിഗ് സല്യൂട്ട്. എനിക്കത്രേ പുള്ളിക്കാരത്തിനെ കുറിച്ച് പറയാൻ അറിയുള്ളൂ. പുള്ളിക്കാരത്തിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അത് വേറെ. അത് അവരുടേതായ കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. പിന്നെ അതേപോലെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല നല്ല മെസ്സേജ്. ഈ സന്ദീപ് എടപ്പാൾ, അതൊക്കെ നല്ല മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ മെസ്സേജ് കൊടുക്കുക, ജനങ്ങൾക്ക് ഗുണമുണ്ടാകണ മെസ്സേജുകൾ കൊടുക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് നേർവഴിക്ക് നടക്കാനുള്ള മെസ്സേജ് കൊടുക്കുക. അതൊക്കെയുള്ളൂ ഇതിൽ നിന്നാണ്. അപ്പോൾ മറ്റേ ഷാജി ഒരു പടിക്ക് ഒതുങ്ങിക്കോ. ഷാജിദ അടുത്ത് തന്നെ ഇതിന് ചിലപ്പോൾ അകത്ത് പോകും. എന്നുവെച്ചാൽ ഒന്നില്ലെങ്കിൽ ഷാജിദ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കാം. 2 ലക്ഷം പേരുണ്ടല്ലേ ഈ ഷാജിദനെ പിന്തുണക്കുന്ന ആൾക്കാർ. അവർ നാണമുണ്ടോ അവർക്ക്? ആണായാലും പെണ്ണുങ്ങളായാലും നാണമുണ്ടോ ഇങ്ങനെയുള്ള സ്ത്രീകളെ സബ് ചെയ്ത് അവരെ സംരക്ഷിക്കാൻ? നിങ്ങളാണ് ഈ തെറ്റുകാർ. ഇവരെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമായിരുന്നോ ഇവർക്ക് ഇത്ര അഹങ്കാരം? നിങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ ഭാവി കളയണത്. അപ്പോൾ ഷാജിക്ക് സപ്പോർട്ട് നിൽക്കണം. ഷാജിദേനെ സബ് ചെയ്തേക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തെറ്റ് തിരുത്താം. ഷാജിദേനെ പറഞ്ഞ് മനസ്സിലാക്കുക. കേട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് തിരുത്താം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രേ പറയണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, ഒരു ഷെയർ ചെയ്യുക. അപ്പോൾ ബിഗ് സെൽ.